Welcome back to my channel. Today we are going to discuss previous question paper of March 2023 set 1. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. Read the following and answer question number 1 and 2. നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കാം. കവിത, സവിത ആൻഡ് മധു വെർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് rupees 6 lakh, 4 lakh ആൻഡ് rupees 2 lakh. അപ്പോൾ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്? കവിത, സവിത ആൻഡ് മധു. അവരുടെ ക്യാപിറ്റലും നമുക്ക് തന്നിട്ടുണ്ട്. 6 lakh, 4 lakh ആൻഡ് 2 lakh. After providing interest on capital at the rate of 10% per annum, the profits are divisible as Kavita 1/3, Savita 1/2 and Mathu 1/6. നോക്കാം നമുക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 1/3, 1/2 ആൻഡ് 1/6. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. ഇതിനെ നമുക്ക് ഒരുപോലെ ആക്കണം. എങ്കിലും നമുക്ക് കമ്പാരിസൺ നടത്താനോ കാൽക്കുലേഷൻ നടത്താനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ 1/3 എന്നുള്ളത് നമുക്ക് എത്രയാക്കി മാറ്റണം? 6 ഡിനോമിനേറ്റർ ആക്കണം. അപ്പോൾ നമുക്കിവിടെ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/3 എന്നുള്ളത് 2/6 എന്ന് കിട്ടും. അതുപോലെ തന്നെ സവിതയുടെ നമുക്ക് തന്നിട്ടുണ്ട് 1/2. ഇതിനെ എന്ത് ചെയ്യാം? 2 6ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഛേദത്തിനെ അംശത്തിനെ 3 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/6 എന്ന് കിട്ടി. ദെൻ മധുവിന്റെ ഷെയർ 1/6 ആണ്. അപ്പോൾ നമ്മുടെ റേഷ്യോ എത്ര വന്നു? 2:3:1 എന്നുള്ള റേഷ്യോയിലേക്ക് എത്തി. The next sentence, Kavita personally guaranteed that. In Kavita personally guaranteed that. എന്താണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്? Savita's share of profit after charging interest on capital would not be less than rupees 1 lakh in any year. അതായത് ഇവിടെ സവിതാസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്തതിന് ശേഷം അവിടെ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നു വുഡ് നോട്ട് ബി ലെസ് ദാൻ 1 lakh. അപ്പോൾ 1 lakhൽ താഴെയാവില്ല എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടീഡ് എമൗണ്ട് 1 lakh ആണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡിങ് 31st March 2022 അമൗണ്ടഡ് ടു rupees 3 lakh ബിഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കുന്നതിന് മുൻപുള്ള ഫേമിന്റെ പ്രോഫിറ്റ് ആണ് എത്ര? 3 lakh എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ടോട്ടൽ profits of the firm after adjustment of guaranteed profit will be distributed as. അപ്പോൾ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? ഫേമിന്റെ പ്രോഫിറ്റ് എത്രയാണ്? 3 lakh ആണ് ഫേമിന്റെ പ്രോഫിറ്റ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് എഴുതാം. പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ഫേമിന്റെ പ്രോഫിറ്റ് 3 lakh ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണുള്ളത്? 6 lakh, 4 lakh, 2 lakh. അപ്പോൾ 12 lakh ആണ്. 12 lakhന്റെ 10%. 12 lakh into 10/100 1,20,000 എന്ന് കിട്ടി. അപ്പോൾ 1,20,000 കുറച്ച് കഴിയുമ്പോൾ 1,80,000 കിട്ടും. ഇതാണ് ഇവർക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്താവുന്ന ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,80,000. ഇനി നമുക്ക് ഓരോരുത്തരുടെ ഷെയർ നോക്കാം. ആർക്കാണ് ഇവിടെ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്? കവിത പേഴ്സണലി ഗ്യാരണ്ടീഡ് ദാറ്റ്. കവിതയാണ് ഗ്യാരണ്ടി നൽകിയിരിക്കുന്നത്. സവിതയ്ക്കാണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. സവിതയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സവിതയുടെ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എത്രയാണ്? സവിത ഗ്യാരണ്ടീഡ് 1 lakh. ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് 1 lakh. ഇനി സവിതയുടെ ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 1,80,000 ഇൻറ്റു സവിതയുടെ ഷെയർ എത്രയാണ്? 3/6. അപ്പോൾ നമുക്കിവിടെ 90,000 എന്ന് കിട്ടി. അപ്പോൾ ഡെഫിഷ്യൻസി വന്നിരിക്കുന്നത് 10,000 ഡെഫിഷ്യൻസി. ഇതാരാണ് സഫർ എന്ന് പറഞ്ഞിരിക്കുന്നത്? കവിതയാണ് ഗ്യാരണ്ടി കൊടുത്തത്. അപ്പൊ കവിതയുടെ ഷെയറിൽ നിന്ന് ഈ ഡെഫിഷ്യൻസി കുറയ്ക്കണം. ഈ കവിതയുടെ പ്രോഫിറ്റ് എത്രയാണ്? 1,80,000 ഇൻറ്റു 2/6, അതായത് 60,000. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ലെസ് 10,000 ഡെഫിഷ്യൻസി. അപ്പൊ നമുക്ക് കിട്ടുന്നത് 50,000 പ്രോഫിറ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കണം മധുവിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? മധുവിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,80,000 ഇൻറ്റു 1/6, 30,000. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് കിട്ടുന്നത് 50,000, സവിതയ്ക്ക് കിട്ടുന്നത് 1 lakh, ദെൻ മധുവിന് കിട്ടുന്നത് 30,000. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ബി ആണ് കറക്റ്റ്. കവിത 50,000, സവിത 1 lakh, മധു 30,000. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സവിതാസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഈസ് ഷോർട്ട് ഓഫ് ദി ഗ്യാരണ്ടീഡ് എമൗണ്ട് ബൈ. ഇപ്പൊ സവിതയ്ക്ക് എത്രയാണ് അവിടെ ആ ഡെഫിഷ്യൻസി വന്നിരിക്കുന്നത്? നേരത്തെ നമ്മൾ കണ്ടതാണ്. എത്രയാണ്? 1 lakh ആണ് ഗ്യാരണ്ടീഡ് എമൗണ്ട്. നമുക്ക് ആക്ച്വൽ എമൗണ്ട് എത്രയാണ്? 90,000 ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 10,000 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഡി ആണ്. 10,000 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അത് കിട്ടുന്നത് എങ്ങനെയാണ്? ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ്. ഗ്യാരണ്ടീഡ് 1 lakh, ആക്ച്വൽ 90,000. ഇപ്പൊ ഡെഫിഷ്യൻസി കിട്ടിയതാണ് 10,000. Then third question. Akshita and Anurag sharing profits in 2:1. അപ്പൊ അക്ഷിതയുടെയും അനുരാഗിന്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1. Akshit is admitted with 1/3 share in profits. അപ്പൊ പുതിയ ആള് അക്ഷത്. അയാളുടെ ഷെയർ എത്രയാണ്? 1/3 ഷെയർ ആണ്. അക്ഷത് acquires 2/3 of his share from Akshita and 1/3 from Anurag. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക. അക്ഷതിന്റെ ഷെയർ എത്രയാണ്? 1/3 ആണ്. ഈ 1/3യുടെ 2/3 അക്ഷിതയുടെ കയ്യിൽ നിന്നും 1/3 അനുരാഗിന്റെ കയ്യിൽ നിന്നും കിട്ടും. അപ്പൊ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഓൾഡ് റേഷ്യോ നമുക്കറിയാം. അതുപോലെ തന്നെ സാക്രിഫൈസ് കണ്ടുപിടിക്കണം. ദെൻ ഓൾഡ് റേഷ്യോയിൽ നിന്ന് സാക്രിഫൈസ് കുറയ്ക്കുമ്പോഴാണ് ന്യൂ റേഷ്യോ കിട്ടുന്നത്. നോക്കാം നമുക്കത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഇവിടെ ന്യൂ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ന്യൂ റേഷ്യോ ഈക്വൽസ് ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ്. ഇനി നമുക്ക് നോക്കാം അക്ഷിത. അക്ഷിതയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 2:1 ആണ് അവരുടെ റേഷ്യോ. അപ്പൊ 2/3 മൈനസ് സാക്രിഫൈസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അക്ഷിത് ഈസ് അഡ്മിറ്റഡ് വിത്ത് 1/3 ഷെയർ ഇൻ പ്രോഫിറ്റ്. അക്ഷിത് അക്വയേഴ്സ്
2/3 ഓഫ് ഹിസ് ഷെയർ, അതായത് 1/3യുടെ 2/3 ആണ് അക്ഷിത സാക്രിഫൈസ് ചെയ്യുന്നത്. അക്ഷിതയുടെ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു 2/3, ഇതാണ് സാക്രിഫൈസ് കിട്ടുന്നത്. അതായത് നമുക്ക് എത്ര വരും? അപ്പോൾ 2/3 മൈനസ് 2/9. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ 1 ഇൻറ്റു 2, 3 ഇൻറ്റു 3, 9. അപ്പോൾ ഇവിടെ നമുക്ക് 3യും ഇവിടെ 9ഉം ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കണം. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 മൈനസ് 2 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4/9 എന്ന് കിട്ടി. അക്ഷിതയുടെ ന്യൂ ഷെയർ നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അനുരാഗിന്റെയും കണ്ടുപിടിക്കണം. അനുരാഗിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? 1/3 മൈനസ് സാക്രിഫൈസ് നമുക്ക് കണ്ടുപിടിക്കാം. 1/3 ഇൻറ്റു 1/3, അതായത് അപ്പോൾ 1/3 മൈനസ് 1/9. ഇവിടെ നമ്മൾ ഈ 3യെ 9ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 3/9 മൈനസ് 1/9, ദാറ്റ് ഈസ് 2/9 എന്ന് കിട്ടി. ഇനി പുതിയ ആളുടെ ഷെയർ എത്രയാണ്? 1/3 ആണല്ലോ. ഈ 1/3 നമുക്ക് എന്ത് ചെയ്യണം? അക്ഷതിന്റെ ഷെയർ 1/3 ആണ്. ഇവർ രണ്ടുപേരുടെയും 9ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇതിനെ നമുക്ക് 9ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3/9. അപ്പൊ നമുക്ക് പുതിയ റേഷ്യോ എത്ര കിട്ടും? 4:2:3. അപ്പൊ നമ്മുടെ ആൻസർ ഡി ആണ്. 4:2:3 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. Singi Limited forfeited a share of ₹100 issued at a premium of 20% for non-payment of first call of ₹30 per share and final call of ₹10 per share. അപ്പോൾ ഇവിടെ എത്രയാണ് കോൾസിന് അരിയേഴ്സ് വന്നിരിക്കുന്നത്? ഫസ്റ്റ് കോൾ 30, ഫൈനൽ കോൾ 10. അപ്പോൾ 40 rupees ആണ് നമുക്ക് കോൾസിന് അരിയേഴ്സ് വന്നത്. മിനിമം പ്രൈസ് അറ്റ് വിച്ച് ദിസ് ഷെയർ ക്യാൻ ബി റീഇഷ്യൂഡ്. ഈ ഷെയറിന് എത്ര രൂപയ്ക്ക് നമുക്ക് റീഇഷ്യൂ നടത്താം? 40 ആണ് നമുക്കിനി കിട്ടാനുള്ളത്. ബാക്കിയുള്ള എമൗണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടാനുള്ള കോൾസിന് അരിയേഴ്സ് വന്ന ആ എമൗണ്ട് കിട്ടിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യാം? നമുക്ക് ഈ കിട്ടാനുള്ളത് 40 ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പുതിയ ഷെയറിനെ 40 rupeesന് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ആൻസർ എ, ₹40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A and B were partners in a firm sharing profits in 7:1. A withdrew a fixed amount of ₹12,000 at the beginning of each quarter. Interest on drawings is charged at the rate of 6% per annum. നമ്മളോട് ജേണൽ എൻട്രി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാം ക്വാർട്ടറിന്റെ ആരംഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? 12,000 വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അപ്പൊ ഇവിടെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മാസം കൂടുമ്പോഴാണ് ഇയാള് പിൻവലിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എത്രയാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ക്വാർട്ടർ വരുമ്പോൾ നമുക്ക് 12,000 ഇൻറ്റു 4 ചെയ്യണം. ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആകുമ്പോൾ 7.5/12 ഇൻറ്റു 6/100. നമുക്കിവിടെ ആൻസർ തന്നിരിക്കുന്നത്. നമ്മളോട് ജേണൽ എൻട്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസറുകൾ നോക്കാം. ഇവിടെ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് ആരാണ്? എ ആണല്ലോ. എല്ലാ ക്വാർട്ടറിന്റെ ആരംഭത്തിലും വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുതേണ്ട ജേണൽ എൻട്രി നമുക്ക് എങ്ങനെയാണ് വരുന്നത്? എ ആണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question number 6. P, Q and R were partners sharing profits in 4:3:1. ഇതാണ് PQRന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. P died on 1st September 2022. അപ്പോൾ P ആണ് മരിക്കുന്ന ഡേറ്റ് 1st September 2022. On the date of P's death, profits of the firm were rupees 80,000. P's share of profit adjusted by, അതായത് അക്കൗണ്ടിങ് ഇയറിൽ ഡ്യൂറിംഗ് ദി ഇയറിലാണ് P മരിക്കുന്നത് 1st September. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഓൺ ദി ഡേറ്റ് ഓഫ് പീസ് ഡെത്ത്, പിയുടെ ഡെത്ത് വരെയുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80,000 ആണ്. ഈ 80,000 പിയുടെ ഷെയർ എത്രയാണ്? 4:3:1 ആണ്. അപ്പോൾ 4/8 ആണ് പിക്ക് കിട്ടേണ്ടത്. അതായത് 4/8 എന്ന് പറയുമ്പോൾ 40,000 കിട്ടും. ഈ 40,000 നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നമുക്ക് ജേർണൽ എൻട്രി വരിക? പിയുടെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് കൊടുക്കേണ്ടത് ഏതിനാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് കൊടുക്കേണ്ടത്. എമൗണ്ട് എത്രയാണ്? 40,000 ആണ് പിയുടെ ഷെയർ. അതായത് ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു 80,000 ആണ്. 80,000 ഇൻറ്റു, നമുക്ക് ആൻസർ കിട്ടുന്നത് 80,000 ഇൻറ്റു 4/8, ദാറ്റ് ഈസ് 40,000. ഈ 40,000 നമുക്ക് പിയുടെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ആണ്. കാരണം എന്താണ്, ഇത് ആക്ച്വൽ പ്രോഫിറ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അക്കൗണ്ടിങ്ങിന്റെ അവസാനത്തിലാണ്. ഡ്യൂറിംഗ് ദി ഇയറിലാണ് ഒരു പാർട്ട്ണർ മരിക്കുകയോ റിട്ടയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ എമൗണ്ട് എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിലാണ്. നമുക്കതിന്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. പൂജ, നിത ആൻഡ് അനിത were partners sharing profits in 3:2:1. പൂജ, നിത ആൻഡ് അനിത റേഷ്യോ 3:2:1. പൂജ റിട്ടയേർഡ്. അപ്പൊ ആദ്യത്തെ ആള് പൂജ റിട്ടയർ ചെയ്തു. ആൻഡ് ഹെർ ഷെയർ ഈസ് ടേക്കൺ അപ്പ് ബൈ നിത ആൻഡ് അനിത ഈക്വലി. ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് നിത ആൻഡ് അനിത വിൽ ബി. അപ്പൊ ഇവിടെ നമുക്ക് പൂജയാണ് റിട്ടയർ ചെയ്യുന്നത്. പൂജയുടെ ഷെയർ എത്രയാണ്? 3/6 ആണ്. ഈ 3/6ന്റെ ഹാഫ് വീതമാണ് രണ്ടുപേരും എടുക്കുന്നത്. അപ്പൊ നോക്കാം നമുക്കിവിടെ. ഇപ്പൊ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ന്യൂ ഷെയർ കണ്ടുപിടിക്കുന്നത് ഓൾഡ് ഷെയർ പ്ലസ് ഗെയിൻ ആണ്. ഓൾഡ് ഷെയർ പ്ലസ് ഗെയിൻ. അപ്പൊ ആദ്യത്തെ ആളുടെ നോക്കാം. പൂജ പോവുകയാണ്. പിന്നെ നമുക്ക് നിത. നിതയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 2/6. 6 പ്ലസ് ഗെയിൻ. ഗെയിൻ എത്രയാണ്? നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പൂജയുടെ ഷെയർ 3/6 ആണ്. അതിന് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ 3/6 ഇൻറ്റു 1/2. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് 2/6 പ്ലസ് 3/12. ഡിനോമിനേറ്റർ നമ്മൾ ഒരുപോലെ ആക്കുമ്പോൾ 4/12 പ്ലസ് 3/12, ദാറ്റ് ഈസ് 7/12 എന്ന് കിട്ടി നിതയുടെ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം അനിത. അനിതയുടെ എങ്ങനെ വരും? ഓൾഡ് ഷെയർ എത്രയാണ് അനിതയുടെ? 1/6 പ്ലസ് ഇവിടെ ഈക്വൽ ആണ്. അപ്പൊ ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 3/12. 1/6 പ്ലസ് 3/12, ദാറ്റ് ഈസ് 6 നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ 2/12 പ്ലസ് 3/12, ദാറ്റ് ഈസ് 5/12 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 7:5 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് ആൻസർ ബി ആണ്, 7:5. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. അസേഷൻ. ഗുഡ്വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസെറ്റ്. ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ അസെറ്റ് ആണ്. ഇനി റീസൺ എന്താണ്? ഗുഡ്വിൽ ഈസ് ദി വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം ഇൻ റെസ്പെക്ട് ഓഫ്
പ്രോഫിറ്റ് എക്സ്ട്രാക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബോവ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഓവർ ആൻഡ് എബോവ് നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് ഏൺ ചെയ്യുന്ന ആ റെപ്യൂട്ടേഷനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ അസേഷൻ ഗുഡ് വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. റീസൺ പറയുന്നത് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേമിന്റെ റെപ്യൂട്ടേഷൻ ആണ്. അത് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, അസേഷൻ എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് റോങ്. രണ്ടാമത്തെ ആൻസർ അസേഷൻ ഈസ് റോങ് ബട്ട് ആർ ഈസ് കറക്റ്റ്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. നമ്മുടെ ആൻസർ ഏതാണ്? രണ്ടും കറക്റ്റ് ആണ്. ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെക്കാൾ ഉപരിയായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോഴാണ് അതിന് റെപ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ആൻസർ സി ആണ്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. Next question. Which of the following will be transferred to realization account at the time of dissolution? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഡിസൊല്യൂഷന്റെ സമയത്ത് ഏത് അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ആണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റാറുള്ളതാണ്. പാർട്ട്നേഴ്സ് ലോൺ എവിടേക്കാണ് നമ്മൾ മാറ്റുന്നത്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. അപ്പൊ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വരും. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് പാർട്ട്ണറുടെ ക്യാപിറ്റലിലേക്ക് മാറ്റും. ക്യാഷ് അക്കൗണ്ടിലേക്കാണ് മാറ്റുക. അവിടെ നിന്ന് പേയ്മെന്റ് നടത്തുക. ജനറൽ റിസർവ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഗുഡ് വിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. ഗുഡ് വിൽ എന്നുള്ള അസറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ റിയലൈസേഷനിലേക്ക് മാറ്റും. അപ്പൊ ആൻസർ ഏതാണ്? ഫസ്റ്റും ഫോർത്ത് ആയിട്ടുമാണ്. 1 and 4. അപ്പൊ ആൻസർ നമുക്ക് കിട്ടുന്നത് എ ആണ്. 1 and 4 ആണ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഗുർപ്രീത്, വിശാൽ ആൻഡ് അനന്യ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 2:3:1. ഇതാണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. വിശാൽ റിട്ടയേഴ്സ് and the balance in his capital account after adjustments on account of reserve revaluation of assets and liabilities is rupees 1,20,000. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നടത്തിയതിന് ശേഷം 1,20,000 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. വിശാൽ റിട്ടയേഴ്സ് ആൻഡ് ബാലൻസ് ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് ആണ് 1,20,000. Gurpreet and Ananya agreed to pay him rupees 1,80,000 in full settlement. 1,20,000 ആണ് ഡ്യൂ ആയിട്ടുള്ളത്. 1,80,000 ആണ് കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. വിശാൽസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഓഫ് ദി ഫേം. അപ്പൊ ഇവിടെ ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് എന്താണ്? ആളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ ആണ്. അപ്പൊ ഡിഫറൻസ് ഉള്ള എമൗണ്ട്, അതായത് 1,80,000 മൈനസ് 1,20,000, നമുക്ക് ആൻസർ കിട്ടുന്നത് ബി ആണ്, 60,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10. അക്ഷിത ലിമിറ്റഡ് ഇഷ്യൂഡ് fully paid shares of rupees 5 lakh in purchase consideration of net assets of rupees 4,70,000. അപ്പോൾ 4,70,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇഷ്യൂ ചെയ്യുന്നത് എത്ര രൂപയ്ക്കുള്ള ഷെയർ ആണ്? 5 lakhനുള്ള ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ബാലൻസ് ഓഫ് rupees 30,000 വിൽ ബി ഡാഷ് ടു ഡാഷ് അക്കൗണ്ട്. അപ്പൊ ഈ 30,000 നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്? അപ്പൊ ഈ ഡിഫറൻസ് ഉള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പർച്ചേസ് കൺസിഡറേഷൻ 4,70,000 ഉള്ളൂ. ഇഷ്യൂ ചെയ്യുന്നത് 5 lakhനുള്ള ഷെയർ ആണ്, അതിനേക്കാൾ കൂടുതലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് 30,000 നമുക്ക് എന്ത് ചെയ്യണം? ഡെബിറ്റഡ് ഇൻ ഗുഡ് വിൽ അക്കൗണ്ട്. അത് ഗുഡ് വിൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? എ ആണ് ആൻസർ. ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് ഗുഡ് വിൽ ആണ്, ഗുഡ് വിൽ അസറ്റ് ആണ്, അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം.
The next question. Maria Limited took over assets of rupees 12 lakh and liabilities of rupees 4 lakh of Subhav Limited for a purchase consideration of rupees 9 lakh. അപ്പോൾ ഇവിടെ 12 ലാഖിന്റെ അസറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്, 4 lakh ലയബിലിറ്റീസ്. അപ്പോൾ ഡിഫറൻസ് ഉള്ള എമൗണ്ട് എത്രയാണ്? ആക്ച്വലി നമുക്ക് വരുന്ന ഡിഫറൻസ് എത്രയാണ്? 8 lakh ആണ്. 12 ലാഖിന്റെ അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്തു, 4 ലാഖിന്റെ ലയബിലിറ്റീസ്. അപ്പോൾ 8 lakh ആണ് എന്ത്? പർച്ചേസ് കൺസിഡറേഷൻ. പക്ഷെ എത്രയാണ് ഇവിടെ കൊടുക്കുന്നത്? 9 lakh ആണ്. ദി എമൗണ്ട് വാസ് പേയബിൾ ബൈ ഇഷ്യൂ ഓഫ് 11% ഡിബഞ്ചേഴ്സ് ഓഫ് rupees 100 each at 10% ഡിസ്കൗണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് എത്ര ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്? നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് എത്രയാണെന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 100 രൂപയുടെ ഡിബഞ്ചർ ആണ് 10% ഡിസ്കൗണ്ടിൽ. അപ്പൊ നമുക്ക് 90 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് എത്രയാണ് പർച്ചേസ് കൺസിഡറേഷൻ? 9 lakh ആണ്. അപ്പൊ ഈ 9 lakh ഡിവൈഡഡ് ബൈ 90 ചെയ്യണം. ഇപ്പൊ 9 lakh ഡിവൈഡഡ് ബൈ 90 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 lakh ഡിവൈഡഡ് ബൈ 90. 90 കിട്ടിയത് എങ്ങനെയാ? 100 രൂപയിൽ നിന്ന് 10 രൂപ കുറച്ചപ്പോ 90 കിട്ടി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ബി ആണ്, rupees 10,000. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രോഹിത് ലിമിറ്റഡ് ഇഷ്യൂഡ് 2,000 9% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് rupees 95 per ഡിബഞ്ചർ. അപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ 95 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ 5% ഡിസ്കൗണ്ട്, 2000 ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് സെന്റൻസ്. 10% ഡിബഞ്ചർ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ബൈ. എത്ര രൂപയാണ് ഡിബഞ്ചർ അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? അപ്പോ 2000 ഡിബഞ്ചർ 100 രൂപ വെച്ചാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ 2 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ആണ് വരുന്നത്. നമ്മളപ്പോ എഴുതുന്ന ജേണൽ എൻട്രി എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2 lakh into 95. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 2000 into 5. ടു ഡിബഞ്ചർ അക്കൗണ്ട് 9%. ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് 2000 into 100, ദാറ്റ് ഈസ് 2 lakh. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് സി ആണ്, rupees 2 lakh. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ശ്രദ്ധിക്കണം, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഏതാണ്? ഫസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് എ ചാർജ് ആൻഡ് നോട്ട് ആൻ അപ്രോപ്രിയേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇസ് എ ചാർജ് ആൻഡ് നോട്ട് ആൻ അപ്രോപ്രിയേഷൻ. ഒരു ചാർജ് ആണ്, അല്ലാതെ എന്തല്ല, അപ്രോപ്രിയേഷൻ അല്ല. സെക്കൻഡ് വൺ, ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിബഞ്ചർ നമുക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഡിബഞ്ചേഴ്സ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. ഡിബഞ്ചറിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. ഡിബഞ്ചറിനെ നമുക്ക് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഡിബഞ്ചേഴ്സ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് പോർഷൻ ഓഫ് ദി called up capital which has been actually received from shareholders is called. അതായത് കൊടുക്കാൻ ആവശ്യപ്പെടാത്ത എമൗണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് സാധിച്ചുവെങ്കിൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി റിസീവ്ഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നതാണ് കോൾഡ് അപ്പ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തത്, അതായത് കമ്പനി റിസീവ് ചെയ്തത്. റിസർവ് ക്യാപിറ്റൽ അല്ല,
സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിട്ട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തത്. ഇവിടെ ആൻസർ ഏതാണ്? ആക്ച്വലി റിസീവ്ഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ആൻസർ കിട്ടുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13 നോക്കുക. ഹൈന ആൻഡ് നീന ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. Nina withdrew 10,000 per month at the beginning of each month. ഇപ്പൊ എല്ലാ മാസവും ആരംഭത്തിൽ 10,000 വെച്ചാണ് വിഡ്രോ ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദി ഇയർ എൻഡഡ് 31st March 2022. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് അറ്റ് ദി റേറ്റ് ഓഫ് 6% per annum. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6%. നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ നീനാസ് ഡ്രോയിങ്സ് ഫോർ ദി ഇയർ. നീനയുടെ ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നീനയുടെ ഡ്രോയിങ്സ് എത്രയാണ്? 10,000 പെർ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10,000 ഇൻറ്റു 12. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 6% ആണ്. അപ്പൊ 6/100. ഇനി നമുക്കിവിടെ ബിഗിനിങ് ഓഫ് എവരി മന്ത് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? 6.5/12. ഈ 12 ഇതും വെട്ടി, ഈ 2 0 ഇതും വെട്ടി. ഇനി നമുക്ക് ചെയ്യുമ്പോൾ 6 × 65 × 10. നമുക്കിവിടെ ഒരു പോയിന്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? $3,900 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടുന്നത് 3,900. എ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ. വിഭ ആൻഡ് ആശ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ആശ വിഡ്രൂ ₹1,000 അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഓർക്കേണ്ട കാര്യം എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിൽ ബി കാൽക്കുലേറ്റഡ് ഫോർ ആൻ ആവറേജ് പീരിയഡ് ഓഫ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്കിവിടെ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പിൽ ചെയ്തു. ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ 6.5/12, മിഡിൽ ഓഫ് ദി മന്ത് ആണെങ്കിൽ ആവറേജ് പീരിയഡ് 6/12, എൻഡ് ഓഫ് ദി മന്ത് ആണെങ്കിൽ 5.5/12. ഇനി ക്വാർട്ടർ ആണെങ്കിൽ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ 7.5. ഇനി എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 4.5/12. അപ്പോൾ 4.5 ആൻസർ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. എ കമ്പനി ഫോർഫീറ്റഡ് 400 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഇപ്പൊ 10 രൂപയുടെ 400 ഷെയർ ആണ് എന്ത് ചെയ്യുന്നത്? ഫോർഫീറ്റ് ചെയ്യുന്നത്. ₹8 പെർ ഷെയർ കോൾഡ് അപ്പ്. 8 രൂപ വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫസ്റ്റ് കോൾ ഓഫ് ₹2 പെർ ഷെയർ. അപ്പോൾ ഫസ്റ്റ് കോൾ 2 പെർ ഷെയർ കൊടുത്തിട്ടില്ല. ഓൺ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് വിത്ത്. ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നത് എത്ര രൂപയാണ്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതാണ്. അപ്പോൾ ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ജനറൽ എൻട്രി എന്താണ്? നമുക്ക് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ഫോർഫീറ്റഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ്. അപ്പൊ നമുക്കിവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ്? 400 ഷെയർ ആണ് ഫോർഫീറ്റ് ചെയ്യുന്നത്. 8 രൂപയാണല്ലോ കോൾഡ് അപ്പ് എമൗണ്ട്. അപ്പൊ 400 × 8 3,200 ആൻസർ കിട്ടും. അതായത് 400 ഷെയർസ് 8 വെച്ചാണ് 400 × 8 3,200 ആൻസർ കിട്ടും. നമുക്ക് ഓർ ക്വസ്റ്റ്യൻ നോക്കാം. Sail Limited forfeited 700 shares of ₹10 each issued at a premium of 10% for non-payment of allotment money of ₹5 per share including premium and first and final call of ₹3 per share. അപ്പോൾ 10 രൂപയുടെ ഷെയർ ആണ് 10% പ്രീമിയത്തിൽ. അപ്പോൾ 1 രൂപ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി 5 രൂപ. അതുപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ 3 രൂപ. ഈ അലോട്ട്മെന്റ് മണിയിൽ പ്രീമിയം ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? ഓൺ ഫോർഫീച്ചർ ഓഫ് ദീസ് ഷെയർസ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത്. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതുന്നത് ഏതാണ്? എത്ര രൂപയാണോ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ടിനെയാണ് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് എഴുതുന്നത്. ഇവിടെ നമുക്ക് 700 ഷെയർ ആണ്. നമുക്കറിയാം കിട്ടാത്ത എമൗണ്ട് എത്രയൊക്കെയാണ്? അലോട്ട്മെന്റ് മണി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് കോൾ. അപ്പോൾ 5 3 8 രൂപ കിട്ടിയിട്ടില്ല. അപ്പൊ 10 1 11 രൂപയാണല്ലോ ഷെയറിന്റെ എമൗണ്ട്. അപ്പൊ 3 രൂപ വെച്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 3 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ എമൗണ്ട് ആണ് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അതായത് 700 ഷെയർസിന് 3 രൂപ വെച്ച് കിട്ടി. 700 into 3 that is 2100. ആൻസർ ഡി ആണ് 2100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. Amman and Chaman are partners in a firm. On 1st July 2021, Amman advanced a loan of rupees 6 lakh to the firm. Amman 6 ലക്ഷം രൂപ ഫേമിന് ലോൺ കൊടുത്തു. There is no partnership deed. Deed ഒന്നുമില്ല. On 31st March 2022, Amman was entitled to get the following amount as interest on loan. എത്ര രൂപയാണ് അമ്മന് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നോക്കാം. നമുക്ക് ലോൺ കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 6 lakh ആണ്. 6 lakh ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ റേറ്റ് എത്രയാണ്? 6/100 ഇൻറ്റു എത്ര മാസമാണുള്ളത്? 1st ജൂലൈയിലാണ് കൊടുത്തത്. 31st മാർച്ചിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അപ്പൊ ജൂലൈ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 months ആണ് വരുന്നത്. ഇൻറ്റു 9/12. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 27,000. അതായത് ഡി ആണ് നമ്മുടെ ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Amman, Aadhar and Avinash were partners sharing profits in 3:2:1. Avinash retired on 1st July 2022. Avinash 1st ജൂലൈയിൽ റിട്ടയർ ചെയ്യുന്നു. On his retirement, balance sheet shows a debit balance of rupees 1,20,000. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് ലോസ് ആണ്. 1,20,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലോസ് ആണ്. ഫോർ കാൽക്കുലേറ്റിംഗ് എമൗണ്ട് പേയബിൾ ടു അവിനാഷ്, ദിസ് ബാലൻസ് ട്രാൻസ്ഫേർഡ് ടു. ഈ ബാലൻസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഈ ഓൾഡ് പാർട്ട്നേഴ്സിന്, അതായത് അമൻ, ആധാർ ആൻഡ് അവിനാഷ്, ഈ 3 പേരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യണം. ഓൾഡ് റേഷ്യോയിൽ ഡെബിറ്റ് ചെയ്യുന്നു. ആൻസർ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഫസ്റ്റ് തന്നിട്ട് ടു ദി ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് അമൻ ആൻഡ് ആധാർ ഇൻ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ല. ടു ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് അമൻ, ആധാർ ആൻഡ് അവിനാഷ് ഇൻ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇത് പഴയ, അതായത് ഇയാൾ റിട്ടയർ ചെയ്യുന്നതിന് മുൻപുള്ള ലോസ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ലോസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ ആൻസർ ബി ആണ്.